ഹലോ. ഇന്ന് ഒരുപാട് കുട്ടികൾ USS എക്സാം എഴുതി അതിൻ്റെ ഒരു ഡിസ്കഷനിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക, എനിക്ക് കിട്ടുമോ കിട്ടൂല എന്നുള്ളതൊക്കെ. ഇൻ ജനറൽ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും അതിന് മേലുള്ള കുട്ടികൾക്കൊക്കെ എഴുതാവുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിനെ കുറിച്ചാണ്. ജനറലി നമ്മൾ പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങി 12th സ്റ്റാൻഡേർഡിൽ JEEയും നീറ്റും CUT ഒക്കെ വരുമ്പോഴാണ്. പക്ഷേ ആക്ച്വലി ഇതിന് തയ്യാറെടുക്കാവുന്ന രീതിയിൽ അതോടൊപ്പം നിങ്ങളുടെ മറ്റ് അഡ്മിഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ രീതിയിൽ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ USS എക്സാം എഴുതി നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ USS എക്സാമിന് വേണ്ടി നിങ്ങൾ സ്കൂളിൽ പഠിച്ച പോലെ പഠിച്ചാൽ പോരാ. നിങ്ങൾ ആക്ച്വലി ഒരു USSന് വേണ്ടി നിങ്ങൾ സ്പെഷ്യൽ ഗൈഡുകൾ വാങ്ങിയിട്ടുണ്ടാവും, XNYയുടെ അടക്കമുള്ള ലൈവ് ക്ലാസ്സുകളിലോ കോച്ചിങ് ക്ലാസ്സുകൾ എക്സാമുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. ആ രീതിയിൽ നല്ലൊരു പ്രിപ്പറേഷൻ അതിന് വേണ്ടി നടന്നിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് USS കിട്ടിയാലില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ USS ഈവൻ എഴുതിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിൻ്റെ പാരൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് വീഡിയോ. നിങ്ങൾക്ക് ഒരുപാട് എക്സാംസിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സാംസ് ആക്ച്വലി ഒരു സ്കൂൾ എക്സാംസിന് പുറമെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിട്ട് നമുക്ക് ഹൈസ്കൂൾസിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒളിമ്പ്യാഡ്സ് എന്നുള്ളത്. എന്താണ് ഒളിമ്പ്യാഡ്സ്? ഒളിമ്പ്യാഡ്സ് പറഞ്ഞപ്പോൾ നമുക്ക് ഒളിമ്പിക്സ് അറിയാം. ഒളിമ്പിക്സിൽ ആദ്യം നമ്മൾ സ്റ്റേറ്റ് ലെവൽ നമ്മൾ അത്ലറ്റിക്സിൽ പങ്കെടുക്കുന്നു. അത് കഴിഞ്ഞ് നാഷണൽ ലെവലിൽ നമ്മളെത്തും. നാഷണൽ ലെവലിലെ ഏറ്റവും ബെസ്റ്റ് ആളുകൾ ഇന്റർനാഷണൽ ലെവലിൽ മത്സരിക്കാൻ പോകുന്ന കോമ്പറ്റീഷൻസിനെയാണ് നമ്മൾ ഒളിമ്പിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതൊരു ഫിസിക്കൽ അല്ലെങ്കിൽ പറയുക നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് തെളിയിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിറ്റ്നസ്സോ അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് എബിലിറ്റീസോ തെളിയിക്കുന്ന ഇവന്റ്സ് ആണ് ഒളിമ്പിക്സ്. അതേപോലെ നമ്മുടെ ഇന്റലക്ച്വൽ എബിലിറ്റി എസ്പെഷ്യലി കുട്ടികളുടെ തെളിയിക്കുന്ന ഇന്റർനാഷണൽ ഇവന്റ്സ് ആണ് ഒളിമ്പ്യാഡ്സ് എന്നുള്ളത്. അപ്പോൾ ഒളിമ്പ്യാഡ്സ് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്റ്റേറ്റ് ലെവലിലും പിന്നെ നാഷണൽ ലെവലിലും പങ്കെടുത്തിട്ട് ആ നാഷണൽ ലെവലിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആളുകളാണ് ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് മത്സരിക്കാൻ പോകുന്നത്. ഒളിമ്പ്യാഡ്സ് രണ്ട് തരത്തിലുണ്ട്. അത് ഒന്ന് ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ഒളിമ്പ്യാഡ്സ് ഉണ്ട്, അതേപോലെ പ്രൈവറ്റ് ഒളിമ്പ്യാഡ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഗവൺമെന്റ് ഒളിമ്പ്യാഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഗവൺമെന്റ് ഒളിമ്പ്യാഡ്സിൽ 6 തരത്തിലുള്ള ഒളിമ്പ്യാഡ്സ് വരുന്നുണ്ട്. ഒന്ന് ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ്, പിന്നെ മാത്സ് ഒളിമ്പ്യാഡ്, ഫിസിക്സ് ഒളിമ്പ്യാഡ്, കെമിസ്ട്രി ഒളിമ്പ്യാഡ്, ബയോളജി ഒളിമ്പ്യാഡ്, ആസ്ട്രോണമി ഒളിമ്പ്യാഡ്. ഇത്രയും വിഷയങ്ങളിലുള്ള ഒളിമ്പ്യാഡ്സ് ഉണ്ട്. ഇതിൽ എസ്പെഷ്യലി നിങ്ങൾ ഹൈസ്കൂൾ പാരൻസ് ആണ് ഈ ഫോക്കസ് ചെയ്യേണ്ടത് ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡിലാണ്. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി എസ്പെഷ്യലി ഉള്ള എക്സാം ആണ് ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് എന്നുള്ളത്. ഇതാണ് ആക്ച്വലി ഒളിമ്പ്യാഡ്സിന്റെ പേരുകളായി വരുന്നത്. NSCGS, NSCP, NSCC, NSCB, NSCA എന്നുള്ള പേരിൽ ഡിഫറെൻറ്റ് ഒളിമ്പ്യാഡ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ക്വാളിഫയറിംഗ് മാത്തമാറ്റിക്സും വരുന്നുണ്ട്. അപ്പോൾ മാത്സ് ഒളിമ്പ്യാഡ് ഓരോ സ്റ്റേറ്റിലും നടത്തിയിട്ട് ആ സ്റ്റേറ്റിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 30-35 ആളുകളെയാണ് നാഷണൽ ലെവൽ ഒളിമ്പ്യാഡിന് വേണ്ടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഈ വർഷത്തെ മാത്സ് ഒളിമ്പ്യാഡിൻ്റെ കട്ട് ഓഫ് എത്ര നിങ്ങൾക്കറിയാം? 102-ൽ 1 മാർക്കാണ് കട്ട് ഓഫ്. അത് മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ 20ഒക്കെയാണ്. അപ്പോൾ ആക്ച്വലി കേരളത്തിൽ വലിയൊരു ചാൻസ് ഉണ്ട് നമുക്ക് നാഷണൽ ലെവലിൽ കേരളത്തെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് മാത്സ് ഒളിമ്പ്യാഡിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു എഫേർട്ട് ഇടണം. അതിന് വേണ്ടി നമ്മൾ എസ്പെഷ്യലി പഠിക്കണം. മാത്സ് ഒളിമ്പ്യാഡിന് വേണ്ടി നമ്മൾ പഠിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു 8th സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഒളിമ്പ്യാഡ്സിൽ പലതും അതിൻ്റെ എലിജിബിലിറ്റി അനുസരിച്ച്, അതേപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബേസിക്കലി എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഇനി USS കിട്ടിയാലോ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് എക്സാംസ് എഴുതിയാലോ എഴുതിയില്ലെങ്കിലൊക്കെ നിങ്ങൾ ഒളിമ്പ്യാഡ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ XNYയിൽ അടക്കം ഒളിമ്പ്യാഡ്സിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള കോച്ചിങ് മറ്റു കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങുന്നുണ്ട്. അതേപോലെ ഒരു പ്രൈവറ്റ് പാർട്ടി നടത്തുന്ന ഒളിമ്പ്യാഡ് MTG ബുക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർ നടത്തുന്ന ഒളിമ്പ്യാഡാണ് സയൻസ് ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ, SOF എന്നുള്ള ഒളിമ്പ്യാഡ്സ്. ഇത് ബേസിക്കലി അവർക്ക് പുസ്തകം ഫ്രാങ്ക്ലി നമ്മൾ പറയുകയാണെങ്കിൽ അവർക്ക് അവരുടെ പുസ്തകങ്ങൾ വിൽക്കാൻ വേണ്ടി നടത്തുന്ന ഒളിമ്പ്യാഡാണ്. അവരതിൽ നിന്നൊരു പ്രോഫിറ്റ് മേക്കിംഗ് ഒളിമ്പ്യാഡാണ്. മറ്റേത് അങ്ങനെയല്ല കേട്ടോ. പക്ഷേ എന്നാലും നമ്മുടെ കുട്ടികൾ ഒരുപാട് ആളുകൾ എഴുതുന്ന ഒരു എക്സാം എന്നുള്ള നിലയ്ക്ക് അവർക്ക് ശ്രമിക്കാവുന്ന ഒരു കാര്യമാണ് SOF എന്നുള്ളത്. അവർ സൈബർ ഒളിമ്പ്യാഡ്, മാത്സ് ഒളിമ്പ്യാഡ്, അതേപോലെ ഇങ്ങനത്തെ, ഞാനൊരു പ്രൈവറ്റ് പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യല്ല, പക്ഷേ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ബേസിക്കലി ഞാൻ പറയണം. അവർ 1ാം ക്ലാസ് മുതൽ അവർ ഒളിമ്പ്യാഡ് നടത്തുന്നുണ്ട്. അതേപോലെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു എക്സാം ആയിരുന്നു NTSC അഥവാ നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാം. ഞങ്ങളുടെ 2 സ്റ്റുഡൻസിന് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ തന്നെ NTSC സ്റ്റേജ് 2 ക്വാളിഫൈ ചെയ്തിരുന്നു. ഇപ്പോൾ NTSC സ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇപ്പോഴത്തെ 8ാം ക്ലാസ്സുകാരൊക്കെ ഒന്ന് മേലോട്ട് വരുമ്പോഴേക്ക് NTSC തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനാണ് മാസം 1250 രൂപ അന്ന് സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. PhD വരെ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. ഇപ്പോൾ സ്റ്റാൾഡ് ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല.
പറയുന്നില്ല. അതേപോലെ മറ്റൊരു എക്സാമാണ് NSTSC നാഷണൽ ലെവൽ സയൻസ് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. ഇതൊരു 2ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിന് ഒരു 2 lakhs ടോപ്പേഴ്സിന് സമ്മാനം ലഭിക്കുന്ന ഒളിമ്പ്യാഡാണിത്. യൂണിഫൈഡ് കൗൺസിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലാപ്ടോപ്പ് അങ്ങനത്തെ പല സമ്മാനങ്ങൾ അവർ കൊടുക്കാറുണ്ട്. അപ്പോൾ സയൻസ് ആൻഡ് മാത്സ് ബേസ്ഡ് എക്സാമാണ്. അതേപോലെ രാമാനുജൻ നാഷണൽ മാത്സ് ചാലഞ്ച്, ഇതിൻ്റെ അപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആണെന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു മാത്സ് റിലേറ്റഡ് ചാലഞ്ചാണ്. ദർ ഇസ് എ പ്രൈസ് മണി അപ് ടു 2 lakhs. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി XNY കൂടി പാർട്ട്ണറായി സംഘടിപ്പിക്കുന്ന ഒരു നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. CC സെൻറ്റർ ഫോർ കോമ്പറ്റീറ്റീവ് എക്സലൻസ് ആണ് നടത്തുന്നത്. അതിൻ്റെ ടെക് ആൻഡ് റിസോഴ്സ് പാർട്ട്ണറായിട്ട് വരുന്നത് നമ്മുടെ ഓൺ XNY ലേണിംഗ് ആണ്. അപ്പോൾ ഇതിനുള്ള അപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. ജൂനിയർ കാറ്റഗറി 5, 6, 7 സീനിയർ കാറ്റഗറി ഗ്രേഡ് 8, 9, 10 ആണ്. അപ്പോൾ ഇതിൽ സയൻസ് ആൻഡ് മാത്സ് റിലേറ്റഡ് ആയിട്ടാണ്. March 15th വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകാം. അതേപോലെ തന്നെ സ്റ്റേജ് 1 എക്സാം 2024 April 21 നടക്കുക. ഓക്കെ, അപ്പോൾ NSMCയിൽ ഫോർ ഗ്രേഡ്സ് 8, 9, 10, 5, 6, 7, 8, 9, 10 ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിന് വേണ്ടിയുള്ള കോച്ചിങ് നമുക്ക് XNYന്റെ ചാനൽ തന്നെ കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ രീതിയിലും കുട്ടികൾ എന്ത് ചെയ്യും, നമ്മൾ അപ്സ്കില്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റൊരു കോമ്പറ്റീഷനാണ് ആര്യഭട്ട നാഷണൽ മാത്ത് കോമ്പറ്റീഷൻ എന്നുള്ളത്. ആര്യഭട്ട നാഷണൽ മാത്ത് കോമ്പറ്റീഷൻ ക്ലാസ് 4th to 12th ആണ്. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല സർട്ടിഫിക്കറ്റ്സ് മറ്റു കാര്യങ്ങൾ പ്രൈസ് മണി ഒക്കെ ഈ ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. ISRO നേരിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ISRO യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം. അപ്പോൾ ക്ലാസ് 9 സ്റ്റുഡൻസിനാണ് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുക. അപ്പോൾ ഇത് ബേസിക്കലി ഇതിൻ്റെ അപ്ലിക്കേഷൻ March 1st വീക്കിൽ സ്റ്റാർട്ട് ചെയ്യും. മെറിറ്റ് ബേസ്ഡ് ആയിട്ട് അപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ ചൂസ് ചെയ്യുക. 2 വീക്ക് സമ്മർ ട്രെയിനിങ് ക്യാമ്പാണ് ISROയിൽ. ഒരു 12 മുതൽ 14 വരെ വയസ്സുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, പങ്കെടുക്കാം. അതേപോലെ അപ്പോൾ സ്പേസ് സയൻസിൽ താല്പര്യമുള്ള കുട്ടികൾക്കുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഫഹ്മി, XNYയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഫഹ്മിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഫാത്തിമ നിത വീണ്ടും XNYയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവർക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബേസിക്കലി നല്ല എക്സ്പോഷർ കിട്ടുന്ന എന്താ പറയുക, ഇത്തരത്തിലുള്ള ISRO പോലത്തെ നേരിട്ട് നടത്തുന്ന ക്യാമ്പ്സിൽ പങ്കെടുക്കാനുള്ള അവസരമാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന. അവിടെ നിന്ന് അവർ അയച്ചുതന്ന ഫോട്ടോസാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 12th ശേഷം അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സാംസ് ഉണ്ട്. NEET, JEE മെയിൻസ്, JEE അഡ്വാൻസ്, കുസാറ്റ്, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, അതേപോലെ NID, DAT, UCEED, BITSAT, VITE എന്ന് തുടങ്ങി ഒരുപാട് എക്സാംസ് ഉണ്ട്. ഈ എക്സാംസിനൊക്കെ നമുക്ക് ബേസിക്കലി നല്ലൊരു ആ സമയത്ത് പോയി ഇങ്ങനത്തെ ഒരു എക്സാം എഴുതാന്നുള്ളതിലപ്പുറം നമ്മൾ നേരത്തെ ഒളിമ്പ്യാഡ്സും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി ശീലിച്ച് വന്നാൽ നമ്മുടെ സ്റ്റുഡൻസിന്, നമ്മുടെ കുട്ടികൾക്ക് ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിലോട്ട് കുട്ടികൾക്ക് ഇപ്പോഴേ എക്സ്പോഷർ കൊടുക്കുക. പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഏതാണ് ഇതിനുള്ള എക്സാം. ഞാൻ പറഞ്ഞ ഒളിമ്പ്യാഡ്സിനെ ഫോക്കസ് ചെയ്ത് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങുക. വേറെയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റീസ് മുഴുവൻ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ നമ്മുടെ ഒരു വിജയം കിടക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ എക്സാമും എല്ലാവർക്കും കിട്ടുമെന്നില്ല, ബട്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ. അപ്പോൾ ഒരു USSO അല്ലെങ്കിൽ NMMSO മാത്രമായിട്ടുള്ളത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. NSMCക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് തീർച്ചയായിട്ടും ഞാൻ താഴെ നൽകുന്നുണ്ട്. ക്ലാസ് 5 to 10 സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, അതിൽ രജിസ്റ്റർ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിനൊക്കെ ഉള്ളൊരു ട്രെയിനിങ്, ഇത്തരം ഒളിമ്പ്യാഡ്സ് മറ്റു കാര്യങ്ങൾക്കുള്ള ട്രെയിനിങ് XNYയിൽ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ XNYയുടെ ഫൗണ്ടേഷൻ കോഴ്സ് 6th to 10th വരെയുള്ള കോഴ്സ് ആക്ച്വലി ഡിസൈൻ ഫോർ എന്താണ്, ഒളിമ്പ്യാഡ്സ് അടക്കമുള്ള എക്സാംസിന് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് വി ഹാവ് എ ലോങ് വേ ടു ഗോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് XNYയെ കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അതിലും രജിസ്റ്റർ ചെയ്യാം. താങ്ക്സ് ലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.